ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ വീട്ടിൽ ഇന്നൊരു പറസദ്യ കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വ്ളോഗാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതാ ചോറ് റെഡി ആവുന്നുണ്ട്. സാമ്പാറിനുള്ള താളിച്ചൊഴിക്കാനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചക്കയവിയലും തോരനും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. പിന്നെ അച്ചാറ്, പായസം, ചോറ്. നമ്മൾ ഫുഡിന് ഓർഡറൊന്നും അല്ല കൊടുത്തത്, വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് സദ്യ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. പാചകത്തിന് എക്സ്പേർട്ടായിട്ടുള്ള 1-2 പേരെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ രാവിലെ എല്ലാവരും കൂടെ ചേർന്ന് ആ സദ്യ അങ്ങ് സെറ്റാക്കി. അങ്ങനെ സദ്യയെല്ലാം ഒരു 10 മണിയോടെ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഏകദേശം 10 മണിയോടെ സദ്യ റെഡിയായി. അതിനുശേഷം ദേവിക്ക് വന്നാൽ ഇരിക്കാനുള്ള സ്പേസൊക്കെ നമ്മൾ റെഡിയാക്കി. ദേവിക്ക് നേദിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി. ഇത് സദ്യയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മലും അരിയലും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ അയലത്ത് തന്നെയുള്ളവരും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ കൂടെ ചേർന്നിരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പായസം, കടലപ്രഥമനായിരുന്നു, പുളിശ്ശേരി, സാമ്പാർ, ചോറ്, 2 തരം അച്ചാറ്, തോരൻ, അവിയൽ, ചക്കയവിയൽ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിഷസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി ദേവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ദേവിക്ക് നേദ്യം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സദ്യ ഇപ്പുറത്ത് വിളമ്പാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ ശേഷം സദ്യ ഇപ്പുറത്ത് വിളമ്പാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരും റിലേറ്റീവ്സും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഉച്ച സമയത്ത് നല്ല തിരക്കുണ്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ആൾക്കാർക്കുള്ള സദ്യ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കൊടുത്ത് ദേവിക്കുള്ള നേദ്യം നമുക്ക് അവർ നേദിച്ചിട്ട് നമുക്കത് പ്രസാദമായിട്ട് തന്നെ തിരികെ തരും. അത് നമ്മൾ വാങ്ങുകയാണ്. വാങ്ങിയതിന് ശേഷം വീണ്ടും ദേവിക്ക്